നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഹിന്ദി ഹൃദയ ഭൂമികയിലെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തീരുമാനിക്കുന്നത്. ഒഴിവ് വരുന്ന വയനാട് സീറ്റിൽ അപ്രതീക്ഷിതമായി പ്രിയങ്ക ഗാന്ധി മത്സരത്തിന് എത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മത്സരത്തെക്കുറിച്ച് എത്രയോ കാലങ്ങളായി ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വലിയ അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. പക്ഷേ ആദ്യമായി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ വേണ്ട, രാഹുലിന് വേണ്ടി പ്രിയങ്ക മാറി നിൽക്കുന്നു എന്നാണ് ഇതുവരെ കേട്ട കഥയെങ്കിൽ ഇല്ല. പ്രിയങ്ക ഗാന്ധി നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രയോഗശാലയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു എന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഹിന്ദി ഹൃദയ ഭൂമികയിൽ നിലയുറപ്പിക്കുന്ന, കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധി. 100 സീറ്റിന്റെ നേട്ടവുമായി കോൺഗ്രസ് മികവാർന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ എത്ര കണ്ട് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവരുടെ പൊളിറ്റിക്കൽ കരിയറിലെ നിർണായകമായ ഒരു സന്ധിയായി വയനാട്ടിലെ മത്സരം മാറാൻ പോകുന്നുണ്ടോ? കോൺഗ്രസിനകത്തൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ? ഇന്ദിരാഗാന്ധിയുടെ ആകാരവും രൂപവും ശബ്ദവും എല്ലാമുള്ള ഇന്ദിരാഗാന്ധിയുടെ ശരിയായ പിന്തുടർച്ചാവകാശി എന്ന് ആരാധകർ വാഴ്ത്തിപ്പാടുന്ന പ്രിയങ്ക ഗാന്ധി ആദ്യമായി ആക്റ്റീവ് പൊളിറ്റിക്സിലേക്കല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതെന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് രാത്രി. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ CNP ചെക്കുട്ടി, ഷിബു മീരാൻ മുസ്ലിം ലീഗ് നേതാവ്, റജി ലൂക്കോസ് CPIM സഹയാത്രികൻ, ഒപ്പം ശ്രീകുമാർ വീക്ഷണം ദിനപത്രത്തിന്റെ പ്രതിനിധിയെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ധനസുമോദ്, ഡൽഹി ബ്യൂറോ ചീഫിനോടൊപ്പം തത്സമയം ചേരുന്നു. ധനസുമോദ്, കോൺഗ്രസിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുന്നതിന് പിന്നിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നിഷാദ്, കേരളത്തിനുള്ള ഒരു പെരുന്നാൾ സമ്മാനമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ ഒരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഈ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലം എങ്കിലും ഒഴിഞ്ഞില്ലെങ്കിൽ, 14 ദിവസത്തിൽ ഒഴിഞ്ഞില്ലെങ്കിൽ ആ 2 മണ്ഡലങ്ങളിലും ആ പ്രതിനിധി അയോഗ്യനായി പോകും. അതുകൊണ്ട് നാളെയാണ് ആ മണ്ഡലം ഒഴിയാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ കാരണം ഈ താമസം ഉണ്ടായത് തന്നെ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി വയനാട് എത്തിയപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് താൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഈ ഒരു വിടവ് ഒരു പരിഹരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിയങ്കയെ തന്നെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഒപ്പം നിന്ന ജനങ്ങളാണ് വയനാട്ടിലുള്ളവർ. എനിക്ക് ജീവനുള്ള കാലം മുതൽ ഒരിക്കലും വയനാടുകാരെ മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സഹോദരിയെ വയനാട് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ നിയോഗിക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്ന് വയനാടുകാർക്ക് 2 MP-മാരാണുള്ളത്, ഒന്ന് താനും ഉണ്ടാകും, 2 പ്രിയങ്കയും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങളായിരുന്നു ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് വലിയ തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞു. സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് വലിയ തരത്തിലുള്ള നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു BJPയുടെ ശക്തി ദുർഗം എന്നറിയപ്പെട്ടിരുന്ന BJPയെ ഒരു അധികാരത്തിൽ എന്നും എത്തിച്ചിരുന്ന 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ചയിൽ തന്നെ ഇപ്പോൾ RSSും BJPയും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ അവിടെ നിലയുറപ്പിക്കാൻ തന്നെ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹിന്ദി ഹൃദയഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റായ്ബറേലി സീറ്റ് നിലനിർത്തിക്കൊണ്ട് വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് ഒരു വനിതാ പ്രതിനിധിയില്ല, അത് പ്രിയങ്ക ഗാന്ധി ആകുന്നു. രാഹുൽ ഗാന്ധി ഒഴിയുന്നതിൻ്റെ അതിൻ്റെ ആബ്സെൻസ് ഒരിക്കലും തങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഗാന്ധി കുടുംബം വയനാട് ലോക്സഭാ മണ്ഡലത്തെ കൈവിടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് മത്സരത്തിന് അയക്കുകയാണ് അവർ. CNP ചെക്കുട്ടിയും, ഈ വയനാട്ടിലേക്ക് ആദ്യമായി മത്സരത്തിന് വരുന്നു പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അവിടെ ഒഴിയുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം റായ്ബറേലിയിൽ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് അറിയാം. എന്ന് വെച്ചാൽ ഹിന്ദി ബെൽറ്റിന് ഒരു ഉത്തരേന്ത്യക്കാകെ ഒരു സ്ട്രോങ് മെസ്സേജ് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് കൊടുക്കുകയാണോ? അതിൻ്റെ സാധ്യതകൾ എന്തുമാത്രമാണ്? തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമാണത്. കാരണം
യു പിയിൽ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായ മാറ്റം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളൊരു മാറ്റമാണ്. അതിൻ്റെ കാര്യം പിന്നെ വോട്ട് നിലയിലുണ്ടായ ഒരു മാറ്റം മാത്രമല്ല, ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞതും കോൺഗ്രസിന് കൂടിയതും മാത്രമല്ല, കോൺഗ്രസ് കക്ഷികൾക്കും കൂടിയത് മാത്രമല്ല, പൊതുവിൽ പിന്നോക്ക സമുദായങ്ങളും ന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന ദളിതുകൾ അടങ്ങുന്ന വിഭാഗങ്ങൾ ഒന്നിച്ചു വന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം യു പിയിലുണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയ മാറ്റത്തിന് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്തത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധി തമ്മിൽ കൂട്ടുകെട്ടാണ്. അപ്പം അത് ഇന്ത്യയിൽ നാനാഭാഗങ്ങളിൽ, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലടക്കം ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായിട്ട് വരും. അതിനാധാരമായ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഈ ജാതി സെൻസസുമായിട്ട് വരുന്ന അവകാശവാദങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പറയുക സംവരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇപ്പോൾ യു പിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടക്കം 2027 അവിടെ തെരഞ്ഞെടുപ്പ് അടക്കം ആ തെരഞ്ഞെടുപ്പിലടക്കം വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ശക്തമായ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഴത്തിലുള്ള ഒരു പ്രസൻസ് അവിടെ ആവശ്യമാണ്. രാഹുൽ ഗാന്ധി യു പിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. ഓക്കെ, ചെക്കുട്ടി നോക്കൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് മത്സരിക്കാൻ വയനാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല, കോൺഗ്രസിന്റെ നായകസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന ചോദ്യം കുറേ ആയി ചോദിക്കപ്പെടുന്ന ഒന്നാണല്ലോ. അവരുടെ പൊളിറ്റിക്കൽ ഒരു ഇലക്ട്രൽ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ നിന്ന്. അത് എങ്ങോട്ടേക്ക് വളരുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ട്, രാഹുൽ ഗാന്ധിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ പ്രിയങ്ക ആകുമായിരുന്നു എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ നമുക്കറിയാലോ. അപ്പോൾ പ്രിയങ്ക ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ചുവട് വയ്ക്കുന്നത് എന്തുമാത്രം ഒരു പ്രധാന സംഗതിയാണ്? അവർക്ക് എന്തുമാത്രം ഒരു പുതിയ വഴി തുറക്കാൻ കോൺഗ്രസിനകത്ത് കഴിയും? ഒപ്പം അവർ വയനാട്ടിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എന്താണ് തോന്നുന്നത്? അല്ല നിഷാദ്, അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഗാന്ധി കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാവും അധികാരത്തിന് വേണ്ടി. തീർച്ചയായും അവർ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പിന്നോട്ട് പോവുകയാണ്, കോൺഗ്രസിൻ്റെ മതേതര രാഷ്ട്രീയം കൂടുതൽ മുമ്പോട്ട് വരികയാണ്. നാളെ കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ നിയന്ത്രണം എന്ന കാര്യം തർക്കമില്ല. അപ്പോൾ അതേ സമയത്ത് ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ കുടുംബത്തിനകത്ത് തന്നെ പിന്നെ പരിഹരിച്ചിട്ടുള്ളതാണ്. എന്റെ ചോദ്യം അവർക്കിടയിലുള്ള പ്രശ്നം എന്നുള്ളത് നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ അവരുടെ ആരാധകർ, അവരുടെ പാർട്ടി അണികൾ, സിമ്പത്തൈസേഴ്സ് ഒക്കെ വലിയ തോതിൽ എക്സ്പെക്ട് ചെയ്താണ് അവരുടെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രി. അപ്പം ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു അഡീഷണൽ ഒരു പവർ കൊടുത്തേക്കാം, ഒരു ഡബിൾ എഞ്ചിൻ പാർട്ടിയായിട്ട് ഒരുപക്ഷെ അത് മാറിയേക്കാം. ആ നിലയ്ക്കൊക്കെ അതിന് എന്തുമാത്രം പോസിറ്റീവായ ഘടകങ്ങളുണ്ട് എന്ന് ചോദിക്കുകയാണ് ഞാൻ, ഈ പ്രിയങ്ക കൂടി വരുമ്പോൾ. അല്ല തീർച്ചയായും ഇപ്പോൾ നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടായത് അവർ ചിക്കമംഗലൂരിലേക്ക് വന്ന സമയത്താണ്. നോർത്ത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി വലിയ രാഷ്ട്രീയ പരാജയം നേരിട്ടതിന് ശേഷം ചിക്കമംഗലൂർ വഴിയാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയമായി തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ചിക്കമംഗലൂർ എന്നൊക്കെ പറയുന്ന ഈ വയനാട്ടിൻ്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളാണ്. ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഇന്ദിരാ കുടുംബവുമായിട്ട് ഗാന്ധി കുടുംബവുമായിട്ട് യഥാർത്ഥത്തിൽ ആ പ്രദേശത്തുണ്ട്, അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ പ്രിയങ്ക രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യയിലെ സ്ത്രീകൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഉണർവ് ഉണ്ടാവും. അവർ കൂടുതൽ ശക്തമായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് വരാനിടയുണ്ട്. കാരണം പ്രിയങ്ക ഒരു വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡറാണ്. ഇന്ദിരയുടെ അതേ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയാണ് അവർ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ പ്രിയങ്കയുടെ പൊളിറ്റിക്കൽ എൻട്രി സഹായിക്കും. മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട മേഖല തെക്കേ ഇന്ത്യയാണ്. തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ, ജനങ്ങളെ കൂടെ നിർത്തുന്നാൽ അവർ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് സഹായിക്കുമെന്നാണ്. മൊത്തത്തിൽ നോക്കിയാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന്, ഇന്ത്യയിൽ മതേതര രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ സാധ്യതകൾ തുറക്കുന്ന രണ്ട് തീരുമാനങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ശരി. മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാൻകുഴി. ഷിബു, ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറയുന്നു വയനാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു, വിഡ്ഢിവേഷം കെട്ടിച്ചു എന്ന്. കെ സുരേന്ദ്രൻ പറയുന്നത് വയനാട്ടിന് കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നാണ്. നിങ്ങൾക്ക് UDF-കാർക്ക് രാഹുൽ ഗാന്ധി, ഞാൻ ചോദിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലല്ല, UDF-ന്റെ അണികളെ, വോട്ടർമാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു നിരാശ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലല്ലോ, രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയല്ലോ എന്ന സംഗതി, അതിനെ ഇപ്പോൾ എങ്ങനെ സെല് ചെയ്യാം എന്നാണ് ലെഫ്റ്റ് നോക്കുന്നത്. അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? അങ്ങനെ ഒരു നിരാശ സത്യത്തിൽ വയനാട്ടുകാർക്ക് ഉണ്ടാവുമോ? നിഷാദ്, ആദ്യം ഈ കെ സുരേന്ദ്രനുള്ള മറുപടി ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഇടതുപക്ഷ CPIയുടെ വിമർശനം. കെ സുരേന്ദ്രൻ കേരളം പോലെ
ഢാവട്ടത്തിന്റെ വലിപ്പമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിച്ച് ഹെലികോപ്റ്ററിൽ തെക്ക് വടക്ക് പറന്ന് നടന്ന് രണ്ടിടത്തും തോറ്റ പാരമ്പര്യമുള്ള ആളാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് കെ സുരേന്ദ്രനും BJPയും അതേക്കുറിച്ച് മിണ്ടാൻ പോകരുത്. ഇനി CPIയുടെ വിമർശനത്തിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആദ്യം 2014 മത്സരിക്കുമ്പോഴും ഈ 2019 2024 നമുക്ക് ബോധ്യമുണ്ട് നിഷാദ്, അവിടെ സംസാരിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആകെ കൈപ്പിടിയിൽ ഒതുക്കാൻ അതിശക്തമായി വെമ്പൽ കൊള്ളുന്ന ഇന്ത്യയിലെ സംഘപരിവാറിനെതിരായ തീവ്ര വലതുപക്ഷത്തിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളി എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നതായിരുന്നു UDFന്റെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ മുന എന്ന് പറയുന്നത്. ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടു വരുന്ന സവിശേഷമായ ഒരു സാഹചര്യം അത് നിഷാദിന് ബോധ്യമുള്ളതാണ്. നേരത്തെ ചേക്കുട്ടി സാറും അത് സൂചിപ്പിച്ചു. ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം മതനിരപേക്ഷ ശക്തികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സമാജ്വാദി കോൺഗ്രസ് സഖ്യം വളരെയധികം അവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. അതിന്റെ ഫൈസാബാദിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നു, അമേഠി തിരിച്ചു പിടിക്കാൻ കഴിയുന്നു, നല്ല ഒരു നമ്പറിലേക്ക് സമാജ്വാദി പാർട്ടി UPയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരുന്നു, കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു. അതിനൊരു തുടർച്ചയുണ്ടാകണം എന്ന് രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്ത്യ മുന്നണി ഒരു പ്രായോഗികമായി തോറ്റു എന്ന് നമ്മൾ പറയുമ്പോഴും വിജയത്തോളം എത്തിയ ഒരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പോരാട്ടത്തിന്റെ തുടർച്ച അതിശക്തമായി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒക്ടോബറിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വരും, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരും, അടുത്ത വർഷം അധികം വൈകാതെ ഇന്ത്യയിലെ വലിയ ഒരു സംസ്ഥാനമായ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പോവേണ്ടി വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതേതര ശക്തികളുടെ വിജയം ഉറപ്പാക്കാൻ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ അടി കുറെ കൂടി ശക്തമായി അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ സാന്നിധ്യം ഹിന്ദി ഹൃദയഭൂമിയിൽ എല്ലാ മതേതര ശക്തികൾക്കും, അത് കോൺഗ്രസിന് മാത്രമല്ല, അത് UPയിൽ സമാജ്വാദിക്ക് ഊർജ്ജം കൊടുക്കും, മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്ക് ഊർജ്ജം കൊടുക്കും, ബീഹാറിൽ RJDക്ക് ഊർജ്ജം കൊടുക്കും, ഹരിയാന കോൺഗ്രസ് BJPയുടെ ഒപ്പത്തിനൊപ്പം എത്തിയ ഒരു സംസ്ഥാനമാണ്. നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിയിട്ടുണ്ട്. അതിന് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ പ്രതീക്ഷകൾക്ക് കുറെ കൂടി ജീവൻ. ഇന്ത്യ സഖ്യവും കോൺഗ്രസും എങ്ങനെ പെർഫോം ചെയ്യുന്നു മാത്രമാണ് വയനാട്ടുകാരുടെ പ്രശ്നം. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ നിൽക്കണമെന്ന കേവല വൈകാരികതയിൽ കുടുങ്ങിക്കിടക്കുന്നവരല്ല അവിടുത്തെ വോട്ടർമാരാണെന്ന് അല്ലെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. അല്ല, റെജി ലൂക്കോസ്, ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു പറ്റിച്ചു, രാഹുൽ ഗാന്ധി വിഡ്ഢിവേഷം കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിലപ്പോവുന്ന ഒരു വിമർശനമാണോ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെന്ന് പറയാവുന്ന ഇന്ത്യ സഖ്യം ആശാവഹമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് നിൽക്കുകയും രാഹുൽ ഗാന്ധി കൂടുതൽ സ്വീകാര്യനാവുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണിത്. മലയാളികളുടെ ഒരു പൊതുവികാരവും ആ സ്വീകാര്യതയ്ക്കൊപ്പമാണ് എന്നിരിക്കെ വീണ്ടും അവരെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സ്ട്രാറ്റജി കേരളത്തിൽ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അത് വർക്കാവാൻ പോകുന്ന കാര്യമല്ല എന്ന്? അല്ല നിഷാദേ, നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ലോ. കേരളത്തിലെ ജനങ്ങൾ 2 തവണ, ആദ്യത്തെ തവണ അമേഠി തോപ്പിച്ചിട്ടും വയനാട് മൃഗീയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ടു. രണ്ടാമത് അദ്ദേഹം വരുന്നത് ഇതേ ഭയത്താലാണ് ഉത്തരേന്ത്യയിൽ നിന്ന് അദ്ദേഹം വയനാട്ടിൽ വരുന്നത്. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലയാളികൾ മറക്കത്തില്ല. അതാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിക്കേണ്ടത്. അദ്ദേഹം റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കുന്നൊരു സൂചന പോലും നൽകാതെ കൊണ്ട് വയനാട്ടിൽ മത്സരിച്ച് വോട്ടെടുപ്പിന്റെ അന്ന് വൈകുന്നേരം വരെ റായ്ബറേലിയിൽ മത്സരിക്കുന്നവരോ മറച്ചു വെച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ അതിനകത്തൊരു കടുത്ത വഞ്ചനയുണ്ടായിരുന്നു. അതിനേക്കാളും രസകരമായ കാര്യമാണ് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം. പ്രിയങ്ക ഗാന്ധി നിഷാദ് ഓർക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ്സുകാരെല്ലാം വലിയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം എന്താ പറഞ്ഞത്? അവർക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല, അവർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല, പ്രചരണത്തിൽ മുന്നിൽ നിൽക്കും. അത് തന്നെയല്ല, ഖമ്മം സീറ്റ് അവർക്ക് വേണ്ടി ഒഴിച്ചിട്ട് അവിടുത്തെ പാർട്ടി പ്രവർത്തകരും അവിടുത്തെ സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിന്റെ അവസാന നിമിഷം വരെ അപ്പോഴും എന്താ പറഞ്ഞത്? ഈ കോൺഗ്രസിന്റെ നേതൃത്വം അവർക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വെൽ പ്ലാൻഡ് ചതിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായത് അതിനു മുമ്പ് തന്നെ റായ്ബറേലി ഇദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം വയനാട് സീറ്റ് ഒഴിയുമെന്നും അത് പ്രിയങ്കയെ മത്സരിപ്പിക്കാനാണെന്നുള്ള രീതിയിലൂടെ തെളിഞ്ഞില്ലേ? ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിലൂടെ വയനാട്ടിലെ വോട്ടർമാർ മണ്ടന്മാരാണോ? നേരത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കി മുഴുവൻ പറയാതെ പറ്റിച്ചു എന്നാണ്. അത് ഞാൻ അപ്പുറത്ത് ചോദിക്കാം. അതിനു മുമ്പ് റജി, ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ വയനാട്ടുകാർക്ക് ഒരു സീരിയസ് പ്രശ്നമാണോ? കേരളത്തിലെ ആളുകളുടെ പൊതുവികാരം എന്താണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്? അപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പറ്റിച്ചു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിലും ഒരുമിച്ച് മത്സരിച്ചാൽ തന്നെയും
വയനാട്ടിൽ ഭൂരിപക്ഷം വല്ലതും കുറയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ശരിക്കും വയനാട്ടിനെ കുറിച്ചും കേരളത്തിന്റെ പൊതുമനസ്സിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിൽ കുരുങ്ങിക്കിടക്കുന്നവരാണ് അവരെന്നാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ, ആശങ്ക. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വല്ലതും ഉണ്ടാവുന്നുണ്ടോ എന്നത് മാത്രമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പോകുന്നതൊന്നും അവിടുത്തുകാരുടെ പ്രശ്നമാവാൻ വല്ല സാധ്യതയുണ്ടോ റെജി? അല്ല, വയനാട്ടിലെ വോട്ടർമാരെ കുറിച്ച് നമ്മളങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട. വയനാട്ടിലെ വോട്ടർമാരെ കുറിച്ച് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം അവിടെ 1,80,000 വോട്ടിന് ജയിച്ചൊരു സ്ഥാനാർത്ഥിയെ രണ്ടാം വട്ടം 25,000 വോട്ടിലേക്ക് താഴോട്ട് കൊണ്ടുവന്നൊരു മണ്ഡലമാണ് വയനാട്. എം എ ഷാനവാസ്. അതെന്തുകൊണ്ട്? രാഷ്ട്രീയപരമായ പ്രബുദ്ധതയുള്ളൊരു നാടായതുകൊണ്ടല്ല വയനാട്. വയനാട്ടിലെ കാരോട് എന്ത് ചതി ചെയ്യിച്ചാലും അവരത് അംഗീകരിക്കുന്നതൊക്കെ നിഷാദ് നമുക്കെങ്ങനെ കാണാൻ പറ്റുന്നത്? വയനാട്ടിലൊക്കെ നമുക്ക് സുഹൃത്തുക്കളില്ല. അവർ കേരളത്തിലെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. അവർ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ വോട്ടെടുപ്പ് നടത്തിയെന്നുള്ള തെറ്റില്ല. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കന്മാർ വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. പക്ഷെ വയനാടിനോട് ചെയ്ത് എന്തിനാണ് ഇത്ര മറച്ചു വെച്ച്? അവർക്ക് തുറന്നു പറയാൻ മേലായിരുന്നു ആദ്യം. ഇത് വഞ്ചനയല്ലേ? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതന്നെ 6 മാസത്തിനുള്ളിൽ മതിയെങ്കിലും 1-2 മാസത്തിനുള്ളിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ചുരുങ്ങിയ 2 മാസത്തേക്ക് വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ മുഴുവനും നിരോധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും. കോടാനുകോടി രൂപ മുടക്കിക്കൊണ്ട് അവിടെ ഇലക്ഷൻ പ്രചരണം നടത്തണം. അതന്നെ അങ്ങനെ വട്ടുതട്ടാവുന്ന ഒരു നിയോജകമണ്ഡലമാണോ ഈ പറയുന്നത് വയനാട് എന്ന് പറയുന്നത്? അതുകൊണ്ടല്ലേ 1,00,000 വോട്ടത്തിന് ഭൂരിപക്ഷം അദ്ദേഹത്തിന് താന്നുപോയത് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക്. ഞങ്ങൾ അദ്ദേഹത്തിനോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഈ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം എന്താ പറഞ്ഞു പറ്റിച്ചു. ആ പറഞ്ഞു പറ്റിച്ച 2 കാരണങ്ങളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പറ്റിക്കേണ്ട ശ്രീകുമാർ, റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം വൈകി അനൗൺസ് ചെയ്യുക വഴി വയനാട്ടുകാരെ പറ്റിച്ചു. ഒപ്പം ഇവിടെ നിന്ന് മാറിയാൽ പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് വന്ന് മത്സരിക്കാനുള്ള തീരുമാനവും നേരത്തെ എടുത്തതാണ്. അതും അനൗൺസ് ചെയ്യാതെ വൈകിച്ചു. ഒരു ആരോഗ്യകരമായ സമീപനം എടുത്തില്ല ഈ കാര്യത്തിൽ. ഒരുതരം ഒളിച്ചുകളി ഉണ്ടായി എന്ന വിമർശനത്തിന് ഒരു സാധ്യതയുണ്ട് ഈ ടോട്ടൽ എപ്പിസോഡ് കാണുമ്പോൾ. ഒരു ഒളിച്ചുകളിക്ക് സാധ്യതയില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒരു സെക്കൻഡ് റെജി, ഞാനൊന്ന് ശ്രീകുമാറിന്റെ മറുപടി എടുക്കുമായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണ്. റായ്ബറേലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വയനാടുകാരെ പറ്റിച്ചതല്ല. ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പല ഘട്ടങ്ങളായിട്ട് പുറത്തിറക്കിയത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അത് മറന്നുപോയതാണെങ്കിൽ ഒറ്റ സെക്കൻഡ് ശ്രീകുമാർ, ഒന്നാമത് താങ്കളുടെ ഒരു ഫീഡ് ഒന്ന് ഫ്രീസ് ആവുന്നില്ല. ഞാനിപ്പോൾ ടി സിദ്ദിഖ് MLA, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ടെലിഫോണായി കൽപ്പറ്റ MLA. ടി സിദ്ദിഖ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്ന ഉറപ്പെന്തേ പാലിച്ചില്ല എന്ന് ചോദിക്കുന്നു മറ്റ് കക്ഷികൾ, വിമർശകർ. ജനാധിപത്യ പ്രക്രിയയിൽ 2ഇടത്ത് പല ആളുകളും മത്സരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരിടത്ത് രാജിവെക്കും, ഒരിടത്ത് രാജിവെച്ചതിന് ശേഷം അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അതൊരു ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യത്തിന്റെ ഒരു വലിയതായിരിക്കുന്ന മേഖലയാണ്. ഇന്ത്യകളിൽ നിരവധിയിടത്ത് അത് നടന്നിട്ടുണ്ട്. അത് വയനാട്ടിൽ മാത്രം ഒരു പുതിയ സംഭവമായി എടുത്തു കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ആദ്യം വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് കേരളം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് അവസാന 2 ഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് ആ സമയത്ത് നടത്തിയിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാത്തത് കൊണ്ടും അതിന്റെ ഒരാവശ്യകത വരാത്തത് കൊണ്ടുമാണ് ആ സമയത്ത് പറയാതിരുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വയനാട്ടിൽ CPIM-ന്റെയും BJP-യുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യം, എന്തേ രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ മത്സരിക്കാത്തത്, എന്തുകൊണ്ട് അവിടെ അംഗം കുറിക്കുന്നില്ല, ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി വന്നതല്ലേ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യം. മത്സരിക്കേണ്ടത് BJP-ക്കെതിരെയല്ലേ, മത്സരിക്കേണ്ടത് അവിടെയല്ലേ എന്നുള്ളതാണ്. ആ തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ തന്നെ നിലനിർത്താനും BJP-ക്കെതിരായിട്ടുള്ള യുദ്ധം രാജ്യവ്യാപകമായി നടത്താൻ ഇന്ത്യ മേഖലയിൽ താൻ അവിടെ തന്നെ ഉണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും BJP പ്രവർത്തകന്മാരും ഒക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിന്റെയും
ഇടതുപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട ദൗത്യമെങ്കിൽ രാഹുൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യണം. അവർക്ക് കേവല രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ പറയുന്നു. ഞങ്ങൾ ഒരു കാര്യം പറയാം, ശ്രീ രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ്. 2, ഈ രാജ്യം ഒരു വലിയ മാറ്റത്തിന് വിധേയമായി. ഇപ്രാവശ്യം 400 എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച നരേന്ദ്രമോദിക്കെതിരായി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നതായിരിക്കുന്ന ഒരു മല്ലവെള്ളപ്പാച്ചിലിനെ സ്വന്തം നെഞ്ചുകൊണ്ട് തടുത്തു നിർത്താൻ കഴിയാവുന്നത്ര ഓടി പണിയെടുത്ത് അതിനെ തടുത്തു നിർത്താൻ നേതൃത്വം കൊടുത്ത രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അല്ലാതെ ഒരു സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അല്ലാതെ വിദേശയാത്രയ്ക്ക് പോയതായിരിക്കുന്ന ഒരു നേതാവല്ല ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഹിന്ദി ബെൽറ്റിൽ ഉത്തർപ്രദേശിലെ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പും മുമ്പിൽ കണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം മാറ്റാൻ അവിടെ ഉണ്ടാകണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. താങ്ക് യു. സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. ഹിന്ദി ഹൃദയ ഭൂമികയിലേക്ക് ചുവടുമാറ്റാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ എല്ലാവരും പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വഞ്ചനയുടെ എലമെന്റ് ഇതിലില്ല എന്നാണ്. താങ്ക് യു സിദ്ദിഖ്. ശ്രീകുമാർ, നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ ഒന്നുകൂടി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്കറിയാനുള്ള ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ അവരൊരു സാധാരണ സ്ഥാനാർത്ഥിയല്ല. ഒരുപക്ഷെ കോൺഗ്രസിൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നേതാക്കൾ രണ്ടുപേരെടുത്ത ഒന്ന് രാഹുലും മറ്റൊന്ന് പ്രിയങ്കയുമാണ്. പ്രിയങ്ക സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, കോൺഗ്രസ്സുകാർ, അണികൾ, അതിൻ്റെ അനുഭാവികൾ ഒക്കെ ഇന്ത്യയിലുണ്ടെന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് MP ആയി ജയിച്ചു വരാൻ വരുന്ന പ്രിയങ്ക ഗാന്ധി, അവരുടെ ഒരു റോൾ എന്തായിരിക്കുമെന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ? ഇതൊരു ഡബിൾ എഞ്ചിൻ പാർട്ടി ആയിരിക്കുമോ, അതോ സഹോദരൻ്റെ പിന്നിൽ തന്നെ, നേരത്തെയൊക്കെ സഹോദരൻ്റെ പിന്നിൽ നിൽക്കാൻ മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു അവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്ത, അത് തന്നെ ആയിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഉണ്ടാവുക? ശബ്ദം ഞാൻ ഇവിടെ കേൾക്കുന്നില്ല. ശിവകുമാർ, താങ്കൾ മ്യൂട്ടാണെന്ന് നോക്കണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് BJPയും RSSും ഏറ്റവും അധികം എതിർക്കുന്ന സഹോദരങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. കേരളത്തിലെ CPM CPI കക്ഷികളും അവരെ എതിർക്കുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമായ ചിന്താഗതിയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതി കേരളം വെച്ച് പുലർത്തുമ്പോൾ നാളെ ഇവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അവർ ഉത്തർപ്രദേശിലും അതുപോലെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ചെന്ന് അവിടെ വേദന അനുഭവിക്കുന്നവരുടെ മുമ്പിലേക്ക് ചെന്ന സഹോദരങ്ങളാണ്. അതിൽ പ്രിയങ്ക ഗാന്ധി ഉന്നാവയിലൊക്കെ നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, യുവതലമുറയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ആ യുവതലമുറ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ BJPയുടെ നേതാവ് പറഞ്ഞ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. കാരണം അത് BJP അവരെ എക്കാലത്ത് എതിർക്കുന്നവരാണ്. പക്ഷെ ബിനോയ് വിശ്വം എതിർത്തത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഒരുപക്ഷെ അതിവൈകാരികതയിൽ നിന്നുള്ള അവിവേകമായിരിക്കും അദ്ദേഹം ഇന്ന് കാണിച്ചത്. അദ്ദേഹം എടുത്തിയാടി പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ CPIക്ക് സ്ഥാനങ്ങൾ നേടിക്കൊടുത്ത മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പൊ അതുകൊണ്ട് ബിനോയ് വിശ്വം അതൊരു അവരുടെ ഒരു കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യം എന്ന് പറയുന്നതിന് പകരം വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ വഞ്ചിച്ചു എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ വഞ്ചിച്ചോ? അതിന് ഉത്തരം പറയേണ്ടി വരുന്നതാണ് CPI. ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി ജയിച്ചത്. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു, മറ്റേ 2 സ്ഥലത്ത് എന്തുകൊണ്ട് മത്സരിച്ചു എന്നുള്ളത് സിദ്ദിഖ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലൊക്കെ പറയുന്നില്ല. അപ്പൊ അവിടെ അദ്ദേഹം ഇന്ത്യ മുന്നണിയെ വഞ്ചിച്ചു എന്നാണോ ശ്രീ ബിനോയ് വിശ്വം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാകേണ്ടി വരും കേരളത്തിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും. കാരണം കേരളത്തിലെ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPക്കെതിരെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 19 ജയിപ്പിച്ചു എന്നാണ്, 18 ജയിപ്പിച്ചു എന്നാണ്. ആ തീരുമാനം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പിണറായി വിജയൻ മാറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട്ടിൽ വന്നത്? രാഹുൽ ഗാന്ധി മാറിയതുകൊണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മാറുന്നത്? എല്ലാവരും ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ തലത്തിൽ BJPയെ തടഞ്ഞു നിർത്തിയ ഒരു യുവത്വം എന്നുള്ളത് കൊണ്ട്. അതേപോലെ ഒരു യുവത്വമാണ് കേരളത്തിലേക്ക് വരുന്നത്.
അപ്പൊ കുടുംബാധിപത്യം എന്ന് പറയാതിരിക്കാനാണ് രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ഒരു കാലത്തും മത്സരിക്കാതിരുന്നത്. അത് മാറി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു. അമേഠിയിൽ കിഷോർലാൽ ശർമ്മയെ അവർ മത്സരിപ്പിച്ചു. തോൽപ്പിച്ചത് ആരെയാ? സ്മൃതി ഇറാനിയെ. സ്മൃതി ഇറാനി ആരാണ് അറിയാമല്ലോ. അപ്പൊ ഈ ഇടതുപക്ഷ സ്മൃതി ഇറാനിയുടെ തോൽവിയെ കുറിച്ച് എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസ്സുകാരായി എന്നുള്ളതല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയല്ലേ നിഷാദ് റാവുത്തർ? കാരണം KPCCയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം, ഒരു പുതിയ അധ്യായം. എന്താണത്? നെഹ്റു കുടുംബത്തിലെ 2 പേരക്കുട്ടികൾ കേരളത്തിൽ നിന്നാണ് മത്സരിച്ചത്. ഒന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചു, രണ്ടാമത് പ്രിയങ്ക ഗാന്ധിയുടെ തുടക്കം അവിടെ നിന്ന്. ഇത് കേരളത്തിലെ KPCCയുടെ ചരിത്രം എഴുതുമ്പോൾ അത് വലിയ ഒരു മിന്നുന്ന അധ്യായമായി മാറുകയാണ്. അവിടെ ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ മത്സരിക്കണം. അവർ കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ വഞ്ചനയാകും? അങ്ങനെയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിട്ടുണ്ട്. റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിച്ച് അവിടെ സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ ഈ CPIയുടെ ബിനോയ് വിശ്വം എന്ത് പറയും? റായ്ബറേലിക്കാരെ വഞ്ചിച്ചെന്ന് പറയുമോ? പാടില്ല. ഇത് രാഷ്ട്രീയ തീരുമാനമാണ് കോൺഗ്രസിന്റെ. എന്തുമാത്രം ഒരു സ്ട്രാറ്റജിക്കലി അത് ശരിയാണെന്നുള്ളതാണ്. ശ്രീ NP ചെക്കുട്ടി, കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ദേശീയ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിനെ നേരിട്ട് ആക്രമിക്കുക എന്ന ശൈലിയും CPM-ഉം CPI-യും ലെഫ്റ്റ് ആകെ തന്നെയും എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള തിയറികളുണ്ട്. കാരണം ഈ കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിലെ നേതാക്കളെയും ഒക്കെ നേരിട്ട് ആക്രമിക്കുന്നത് ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ്, അതിൽ ഊന്നാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഇതാ വീണ്ടും ഇതേ ഒരു സംഗതി വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവരെടുത്ത് പ്രയോഗിക്കുന്നുവെങ്കിൽ അത് അബദ്ധമാകുമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ അവർക്ക് ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല, അത് തീർച്ചയായും നേരത്തെ തന്നെ ആളുകൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേരെ വളരെ വ്യക്തിഗതമായിട്ട്, ഞാൻ ആ വാക്കുകളൊന്നും വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രയോഗിച്ചുള്ള വാക്കുകൾ BJPയുടെ അതേ വാക്കുകളാണ്. BJP നരേന്ദ്രമോദിയും എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയെ ദീർഘകാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറ്റാക്ക് ചെയ്ത് ആ തരത്തിലുള്ള വ്യക്തിഹത്യയുടെ രൂപത്തിലാണ് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത്. അത് തീർച്ചും രാഷ്ട്രീയമായിട്ട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, കേരളത്തിലെ വളരെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ് കേരളം. ഇവിടെയുള്ള ആളുകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, കൃത്യമായ ബോധ്യമുണ്ട്. ഇന്ത്യൻ ദേശീയതയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ തളയ്ക്കണമെങ്കിൽ അതിന് കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഇന്നും കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മതേതര കക്ഷികൾക്കും മാത്രമാണ് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അല്ലാണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4-5 ആളുകളും ചേർന്നാൽ അതിന് സാധിക്കില്ല എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം, ഈ കേരളത്തിലെ ആളുകൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിഗതമായിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരവേല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. അവരത് അനലൈസ് ചെയ്യേണ്ടതാണ്. അവരിപ്പോൾ അത് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ വിവരം കൂടി അവരുടെ മുമ്പിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ പോലും യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ വിഷയം അവർ ഉന്നയിക്കുന്നത്? വയനാടിനെ ആര് വഞ്ചിച്ചു? ഞാൻ ആ നാട്ടുകാരനാണ്. ഈ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ തന്നെയുള്ള ഓമശ്ശേരി എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ കുടുംബം അവിടെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവിടെ വോട്ടില്ലെങ്കിലും എൻ്റെ കുടുംബക്കാർക്കും അവിടെ വോട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ലല്ലോ. രാഹുൽ ഗാന്ധി ഞങ്ങളെ വിട്ടുപോയപ്പോൾ അദ്ദേഹം ഞങ്ങളെ വഞ്ചിച്ചു എന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഞങ്ങൾ ആ നാട്ടുകാർക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നിറവേറ്റാൻ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് പോവുകയാണ്. അതിന് അദ്ദേഹത്തെ സഹായിക്കുന്നതിൽ ആ നാട്ടുകാർക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ആ നിലയിലാണ് സ്വീകരിക്കാൻ പാടില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP നേതാവ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഹിന്ദി ഹൃദയ ഭൂമികയിൽ വന്ന് നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനും ഭയമാണോ എന്ന ചോദ്യം BJP ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയ ഭൂമിയിൽ വേരുറപ്പിക്കാൻ, കാലൂന്നി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ല, അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് പ്രദേശത്ത് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, പ്രവർത്തിക്കാം. അതിനൊക്കെ അദ്ദേഹം തയ്യാറാവണം എന്നാണ് BJP പറഞ്ഞത്. കാരണം അദ്ദേഹം ചില സമയത്ത് ചില നാട്ടിൽ നിന്ന് വിട്ട് ഓടിപ്പോകുന്നു. അതിന് പകരം ചില പ്രത്യേക പ്രദേശത്ത് വന്ന് മാത്രം അഭയം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്ക്. അതാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരവസ്ഥയിൽ അവരെ ഇപ്പോൾ തൽക്കാലം എന്തായാലും അതിൽ നിന്ന് രക്ഷ നേടി മറ്റു ചില പ്രദേശത്തു കൂടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ബിനോയ് വിശ്വം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഒക്കെ അതിന് വലിയ എതിർപ്പ് പറയുന്നതിന് പകരം ഇവരെ സംയുക്തമായി അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുകയും സംയുക്തമായി അവരൊരു സ്ഥാനാർത്ഥിയെ ശ്രീ രാധാകൃഷ്ണനെ എതിർപ്പ് കെ സുരേന്ദ്രൻ പോലും ഇപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, വയനാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു എന്ന്. അല്ല, അത് BJPക്ക് അത് പറയാൻ അവകാശമുണ്ട്. പക്ഷേ LDFന്റെ ആളുകൾക്ക് അത് പറയാൻ അവകാശമില്ല. BJPക്ക് എങ്ങനെ അവകാശം? 2014 മോദി സൂറത്തിലും മത്സരിക്കുന്നുണ്ട്, വാരണാസിയിലും മത്സരിക്കുന്നുണ്ട്.
അതല്ല, കേരളത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വെറുതെ ഒരു ബാധ്യതയാണ്, അത് ഞങ്ങൾ പറയും. ഇവിടെ വന്ന് അദ്ദേഹത്തിന് വേറെ രക്ഷയില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം അഭയം പ്രാപിച്ച പ്രദേശമാണിത്. ഇനിയിപ്പോ ഇവിടെ ആളുകൾ അഭയം കൊടുത്തവരാരൊക്കെയാണോ അവരൊക്കെ കൂടെ കൂടി അദ്ദേഹത്തെ തുടക്കത്തിൽ താങ്കൾ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ എവിടെ മത്സരിക്കാനും വേരൂന്നാനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. ഇവിടെ കേരള ഇന്ത്യയിലല്ലേ ഇവിടെ ഒന്ന് അഭയം പ്രാപിച്ചു എന്നൊക്കെ പറയാൻ? അല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വരവിനെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തിനെതിരെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അതിശക്തമായ മത്സരം കാഴ്ചവെക്കുകയും, കാരണം ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്നവരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം. ശക്തമായ മത്സരമൊന്നും കാഴ്ചവെച്ചില്ല, സ്ഥാനാർത്ഥി നിർത്തി. അല്ല, ഇപ്പോ ഇവര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പൊറട്ട് നാടകത്തിന് മറുപടി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇവര് തമ്മിലുള്ള മത്സരത്തിന് ഒരർത്ഥവും ഇല്ലെന്ന് ഇദ്ദേഹം പോയതിനു ശേഷം ഉണ്ടാകാൻ പോകുന്ന മത്സരം പ്രൂവ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ആ തരമൊരു, കാരണം ഇവിടുത്തെ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിലല്ലേ പരസ്പരം മത്സരിക്കുന്നത്. അതെല്ലാ കാലത്തും നടക്കുവോ? മലയാളികൾ അത്ര പൊട്ടന്മാരല്ല എന്ന് സുരേഷ് ഗോപി തെളിയിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് രാജ്യം മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന, സംസ്ഥാനം മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന മാറ്റം രാജ്യത്തുണ്ടാകുന്ന മാറ്റത്തിനും അനുസൃതമായിട്ടൊക്കെ തന്നെയാണ്. അതിനകത്ത് ഇപ്പൊ താൽക്കാലികമായി കോൺഗ്രസിന് ചില പ്രദേശത്ത് ഒരു ശ്വാസോച്ഛ്വാസത്തിനുള്ള അവസരം ലഭിച്ചു എന്നതിനപ്പുറത്ത് അതിലൊരു വലിയ വളർച്ചയോ വലിയ പ്രതീക്ഷയോ ഒന്നുമില്ല. അവര് പണ്ടുണ്ടായിരുന്ന പാർട്ടി കോൺഗ്രസ് എത്രയോ വലിയ പാർട്ടിയായിരുന്നു. അപ്പൊ അവര് ഇടക്കാലത്ത് പ്രതിപക്ഷം പോലും അല്ലാതെയായി. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷം തിരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടി. അത് ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. അദ്ദേഹം പ്രതിപക്ഷം തിരിക്കട്ടെ, അദ്ദേഹം പ്രവർത്തിക്കട്ടെ. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വരവും പോക്കും ഒരു ബാധ്യതയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ശരി, താങ്ക് യു ശ്രീ രാധാകൃഷ്ണ മേനോൻ. ശ്രീ റെജി ലൂക്കോസ്, അതായത് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു, പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം, അവരാരെങ്കിലും മത്സരിപ്പിക്കട്ടെ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രണ്ടിടത്ത് മത്സരിക്കാൻ കഴിയും. ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒഴിയാം, അവിടെ വേറെ ആളുകൾ സ്ഥാനാർത്ഥിയാവും. ഇതൊക്കെ ഈ ഇന്ത്യയിൽ പുതിയ കാര്യമൊന്നുമല്ല, പല ആളുകൾ ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇവിടെ നിയമപ്രകാരം ചെയ്യാൻ തടസ്സമില്ല. അപ്പോൾ പ്രത്യേകിച്ച് വയനാട് പോലൊരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ അവർ, അത് അവരുടെ കാര്യം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ഈ കുറച്ചുകൂടി സ്വീകാര്യനായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ വഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്നത് ഗുണപ്പെടുമെന്ന് സത്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റെജി? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന അതാണ്. അല്ല, നിഷാദിന്റെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യം എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ ഒരു വാചകത്തിൽ ബഹുമാനപ്പെട്ട ജേക്കബ് സാർ പറഞ്ഞതിനോടൊരു മറുപടി പറയണം. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു, അത് കേരളത്തിൽ വലിയ പ്രഖ്യാപനം ഉണ്ടായെന്ന് പറഞ്ഞത് പച്ച നുണയാ. അദ്ദേഹത്തിന്റെ ജോഡോ യാത്രയ്ക്ക് പോലും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹം സുഖമായിട്ട് നടന്നു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാനസികമായി പിന്തുണ കൊടുക്കുകയായിരുന്നു. ഞാനൊക്കെ ചർച്ചകളിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP പോലും ആവശ്യപ്പെടാത്ത രീതിയിൽ ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ അപക്വമായിട്ടുള്ള ഒരു പ്രസംഗം കണ്ണൂർ നടന്നു. അത് അദ്ദേഹം കോട്ടയത്ത് ആവർത്തിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതായത് ഈ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്നുള്ള വിചിത്രമായ ഒരു വാദഗതി അദ്ദേഹം ഉന്നയിച്ചപ്പോൾ കർശനമായ ഭാഷയിൽ അതിനകത്ത് മറുപടി കൊടുക്കണ്ടേ കേരളത്തിലെ മുഖ്യമന്ത്രി? കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഈ LDFിനെ ഭരണത്തിൽ വെച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളല്ലേ, അല്ലാതെ കണ്ട് ഉഗാണ്ടക്കാരൊന്നും അല്ലല്ലോ, ഉത്തരേന്ത്യക്കാരല്ലോ. അതിനുള്ള മറുപടി കൊടുത്തതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വ്യക്തിഗതിയെ ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല. ഈ പ്രത്യേകിച്ച് ഈ ചാനലിൽ വരുന്നവരും കേരളത്തിന്റെ ഔദ്യോഗിക നേതൃത്വം ആരും കൊടുത്തിട്ടില്ല. അത് ആദ്യം ശ്രദ്ധിക്കുക. അന്ന് മുതലേ തന്നെ ഒരു ആരോപണമാണ് ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് മറച്ചു വെച്ചുകൊണ്ട് CPM അദ്ദേഹത്തിന് വ്യക്തിഗതി നടത്തുന്നുണ്ട്. തെറ്റാണ്, ഒരിക്കലും നടത്തിയിട്ടില്ല. ആരോഗ്യകരമായ ഒരു മത്സരമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്തിനാണ് 2019 മത്സരിച്ച പോലെ പേടിച്ചു എന്ന് വയനാട്ടിൽ നിൽക്കുന്നത്? അദ്ദേഹത്തിന് ധൈര്യമായിട്ട് നിൽക്കാൻ മേലായിരുന്നോ? അപ്പോഴൊരു ചോദ്യോടെ ഉയരുന്നുണ്ട്, എന്തുകൊണ്ടാണ് സഖ്യകക്ഷിക്കൊപ്പം എതിരെ കേരളത്തിൽ KC വേണുഗോപാൽ മീഡിയ വണ്ണൊപ്പം ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി. എത്ര പേരിയ്ക്കുന്നു? മക്കള്, മരുമക്കള് എല്ലാം ക്യാബിനറ്റ് മിനിസ്റ്റർമാരാണല്ലോ, മുഖ്യമന്ത്രിമാരുടെ അടക്കം. അപ്പോൾ ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോവില്ല. ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആത്യന്തികമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. താങ്ക് യു. ശരി, അതുകൊണ്ട് ഈ നിലയ്ക്കുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളയാം. റെജി, താങ്കൾക്ക് പൂർത്തിയാക്കാം. താങ്ക് യു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതൊന്നുമില്ല, ഈ മറയില്ലാതെ കണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വവും റൈവലിന്റെ സ്ഥാനാർത്ഥിത്വവും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് നാടകം കളിക്കുന്നത്? അത് വയനാട്ടിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരുടെ വഞ്ചനയല്ലേ? അത് ന്യായമല്ലേ? വയനാട്ടിലെ വോട്ടർമാരെന്നെ വിഡ്ഢികളാണോ? എത്രയോ പ്രബുദ്ധമായിട്ടുള്ള സമൂഹമാണ്. ആ പ്രബുദ്ധതയുടെ പ്രതിഫലനമല്ലേ അദ്ദേഹത്തിന് നൽകിയ ഓരോ വോട്ടും എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി മാത്രമല്ലല്ലോ. ഇപ്പൊ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞു ഞങ്ങൾ വിമർശനം കടുത്തതായി പോയെന്ന് പറഞ്ഞു. എന്ത് കടുത്തതാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാതെ കണ്ട് മാറി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഐക്യത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിനെതിരെ ഞങ്ങൾ മത്സരിക്കുന്നില്ല, അവർ സ്വതന്ത്രമായിട്ട് സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കട്ടെ, BJP മത്സരിക്കുന്നുണ്ട് മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് മാറി നിൽക്കുന്നില്ല? ഇടതുപക്ഷം ജയിച്ചാൽ കൈവെക്കുന്ന ആർക്ക് വേണ്ടിയിട്ട്? ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ടല്ലേ? തന്നെ ശ്രീമാൻ എന്ന സാറേ ഒന്ന് മനസ്സിലാക്കണം, ലക്ഷണപ്രകാരവും വാർത്തകൾ പ്രകാരവും ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നരേന്ദ്രമോദി സർക്കാർ അതിനാണ് നീണ്ടുപോയാലെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനമാണ് ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നത്. അവര് മന്ത്രിസഭ രൂപീകരിക്കട്ടെ, ശക്തമായ ഹെൽത്തി ആയിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നിൽക്കാം, അവസരം വരുമ്പോൾ ആ സർക്കാർ താഴെ പൊക്കോളെന്നുള്ള തീരുമാനം രാജ്യവ്യാപകമായിട്ട് ലോകത്തിന് മുമ്പിൽ പോലും ഇന്റർനാഷണൽ മീഡിയ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഈ നാടകം കളിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് മുൻകൂട്ടി പറയാൻ പാടില്ലായിരുന്നോ? റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും പ്രിയങ്ക ഗാന്ധിക്ക് ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാത്തത് പ്രശ്നമാണ്, ധാർമ്മിക പ്രശ്നമാണെന്ന് റജി ആവർത്തിക്കുകയാണ്. ഞാൻ ഒരു ചർച്ചയിലേക്ക് വീണ്ടും ഷിബു മീരാൻ. ഷിബു, ഈ പ്രിയങ്ക ഗാന്ധിയും അവരുടെ ഇലക്ട്രൽ കരിയർ തുടങ്ങാൻ പോകുന്നത് വയനാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്ന്. ഒരു നിലയ്ക്കും UDF ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് വിളിക്കാവുന്ന സ്ഥലം. രാഹുൽ ഗാന്ധി ഹിന്ദി ലാൻഡ് വിട്ട് കേരളത്തിലേക്ക് മാറിയപ്പോൾ വലിയ വിമർശനം ഏറ്റുവാങ്ങി അദ്ദേഹം. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു മുൻ ശക്തി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന്. ഇവിടെയും ഇവർ തുടങ്ങുന്നത് ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്നാണ്. അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും നോർത്തിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നിരിക്കെ അതിൽ തുടങ്ങാതെ ഇവിടെ തുടങ്ങാൻ തീരുമാനിക്കുന്നു ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന്. അതിനൊരു ഒരു ഒരു ഫൈറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടോ? സത്യത്തിൽ ഇല്ലല്ലോ ഷിബു. തീർച്ചയായും ഞാൻ നിഷാദിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപ്, ഇപ്പോൾ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണം, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ തടയപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ചേലക്കരയിലും ഇതിന്റെ കൂടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണെന്ന് നമ്മൾ ഓർക്കണം. ചേലക്കരയെ സ്ഥിതി ചെയ്യുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കേരളത്തിൽ ഒരു മന്ത്രിയല്ലാത്ത നല്ല സ്ഥാനാർത്ഥികൾ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. പിന്നെ വടകരയിൽ ശൈലജ ടീച്ചർ അഥവാ ജയിച്ചിരുന്നെങ്കിൽ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് വേണമായിരുന്നു, ആറ്റിക്കലിൽ ജോയ് ജയിച്ചിട്ട് അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കണമായിരുന്നു. അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങൾക്കും സ്വീകരിക്കാൻ അവകാശമുണ്ട്, കോൺഗ്രസിനും അത് സ്വീകരിക്കാൻ അവകാശമുണ്ട്. അതിനെ വകവെച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ പിന്തുണ കൊടുത്തു എന്ന മട്ടിലൊന്നും പറഞ്ഞു കളയരുത്. പൊറോട്ടയല്ല പോരാട്ടമാണ് ബദൽ എന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ നയിച്ചുകൊണ്ട് നടന്നുപോയ ഓരോ വഴിത്താരകളിലും ബോർഡ് ഉയർത്തിയവരാണ് നിങ്ങൾ. അതിന് പ്രാദേശിക ഘടകങ്ങളാണെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഒരു നേതാവ് ഇത് കണ്ടെയ്നർ ജാഥയാണ് എന്ന് പരിഹസിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ പിന്തുണ കൊടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യരുത് പറയുന്നത്. ഇനി ഞാൻ നിഷാദിന്റെ ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായും വയനാട് UDFനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ അവരിപ്പോ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ നിഷാദ്, റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസ് വിജയിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചവരാണ് അവർ. ആ പോരാട്ടം നയിച്ചത് ഒരുപക്ഷെ റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നയിച്ചത് രാഹുൽ ഗാന്ധി പോലുമല്ല. പ്രിയങ്ക അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ നാളുകളായി അവർ ഹിന്ദി ഹൃദയഭൂമിയിൽ വളരെ സജീവമായി BJPക്കെതിരെ ഒരു സമരത്തിന്റെ മുന ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് സുരക്ഷിതമായ മണ്ഡലം തേടി വരുന്ന ഭീരു എന്ന് നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇപ്പൊ കോൺഗ്രസ് തീരുമാനിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം പാർലമെന്റിനകത്ത് വേണം. വടക്ക് നിന്ന് രാഹുൽ ഗാന്ധിയും തെക്ക് നിന്ന് പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന രാജ്യത്തെ ഒരു മേഖലയെയും ഒരു അപരമേഖലയായി കാണാത്ത, അന്യവൽക്കരിക്കാതെ ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരു സന്ദേശം രാജ്യത്തിന് കൊടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ വയനാട്ടുകാർ, ഞാൻ റജി ലൂക്കോസ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, വയനാട്ടുകാരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് വരാനൊരു MP, ഞങ്ങളുടെ കുട്ടിയുടെ പിറന്നാളിന് വരാനൊരു MP, പാലം ഉണ്ടാക്കാനും റോഡ് ഉണ്ടാക്കാനും ഒരു MP എന്ന അർത്ഥത്തിലല്ല വയനാട്ടുകാർ ആ വോട്ട് കൊടുത്തത്. ആ വോട്ട് കൊടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടുകാർ ഈ തീരുമാനത്തോടൊപ്പം ഹൃദയപൂർവ്വം നിലയുറപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ പകരക്കാരിയായി വരുന്ന അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനേക്കാൾ ഭൂരിപക്ഷം ഒരു സംശയവും വേണ്ട വയനാട് നൽകും. വയനാട്ടിനപ്പോൾ അത്തരം ചില സില്ലി ഈഗോസ് ഒന്നും ഇല്ല എന്നാണ് ഷിബു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അല്ല ശ്രീകുമാർ, സൗത്തിൽ നിന്ന് ഒരാൾ, നോർത്തിൽ നിന്ന് ഒരാൾ, രണ്ട് പില്ലേഴ്സായിട്ട് ഒരേ പ്രാധാന്യത്തോടെ നിൽക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടുപേർക്കും ഒരേ പ്രാധാന്യവും ഒരേ റിലവൻസും ആയിരിക്കും ഉണ്ടാവും എന്നാണോ? അതോ രാഹുൽ തന്നെ നയിക്കും, പിന്നിൽ പ്രിയങ്ക എന്നാണോ? ആ ചോദ്യത്തിന് താങ്കൾ നേരത്തെ ആൻസർ കംപ്ലീറ്റ് ചെയ്തില്ല. നോക്കൂ നിഷാദെ, ഇവര് രണ്ടുപേരും കോൺഗ്രസിന്റെ നേതാക്കളാണ്, രണ്ടുപേരും AICCയുടെ ഭാരവാഹികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെന്താണ്, കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് രണ്ട് നേതാക്കളാണ് അവര്.
അതിലൊരു നേതാവ് നേരത്തെ വയനാട് വന്ന് മത്സരിച്ചു, ഒളിച്ചോടി തിരിച്ചോടി എന്നൊക്കെ BJP പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളോട് തോറ്റുപോയി സ്മൃതി ഇറാനി. അത് ആലോചിക്കുക. ഇതാണ് ജനാധിപത്യത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല. അതുകൊണ്ട് റെജി ലൂക്കോസ് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഇന്ത്യ മുന്നണി ഇല്ല ഇവിടെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു. രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ആക്രമിച്ചതല്ല. കേരളത്തിൽ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ മോശമായ പരാമർശം നിരന്തരം നടത്തിയപ്പോഴാണ് UDF രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് താങ്കൾ അതിനോട് പ്രതികരിക്കണം. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ ഇല്ല അങ്ങനല്ല. അതിനകത്ത് സംഗതി അതല്ല. എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തല്ലോ, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അത് പ്രത്യേകമായ ബന്ധത്തിന്റെ പേരിലാണ് എന്ന അസാധാരണമായ പ്രതികരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തെ മറ്റു ചില പേരുകൾ ഉപയോഗിച്ച് എതിരാളികൾ വിളിച്ചിരുന്നല്ലോ. ആ നിലയിൽ നിന്ന് അദ്ദേഹം കാര്യമായി വളർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയൻ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അതിനെ പ്രൊവോക്ക് ചെയ്ത് രാഹുൽ ഗാന്ധിയാണെന്നത് നിസ്തർക്കം. അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ആദ്യം CPM-ഉം പിണറായി വിജയനും ഉയർത്തിയത്. ആ ചോദ്യം ചോദിക്കാലോ. ഞാൻ പറയട്ടെ. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും CPM-ഉം വയനാട്ടിൽ എന്തിനു മത്സരിക്കാമെന്ന് എന്ന് നിരന്തരം ആനിരാജ ഉൾപ്പെടെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മറ്റു പല മുഖ്യമന്ത്രിമാരും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടലുമൊക്കെ വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു. അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, രക്ഷപ്പെട്ടു നിൽക്കുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞുപോയി, രാഹുൽ ഗാന്ധി ജയിച്ചും പോയി, ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമാണല്ലോ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ CPM-ഉം LDF-നും പ്രതിസന്ധിയിലായില്ലേ നിഷാദ് റാവുത്തർ? കാരണം കേരളത്തിലെ BJP വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ മനസ്സുള്ളവർക്ക് പ്രിയങ്ക ഗാന്ധി എതിർക്കുവോ? ഇനി പ്രിയങ്ക ഗാന്ധി ഏതിന്റെ പ്രതിരൂപമാണ് പ്രിയങ്ക ഗാന്ധി? അത് മനസ്സിലാക്കൂ. മതേതരത്വത്തിന്റെ, ഫാസിസത്തിനെതിരായ സ്ത്രീത്വത്തിന്റെ പ്രതീകം, ഇതൊക്കെ പ്രിയങ്ക ഗാന്ധി അല്ലേ? ഇത് എങ്ങനെ ഇവരെ എതിർക്കും? ആരവിടെ സ്ഥാനാർത്ഥിയാക്കും ഇവരെ? സമയം കഴിഞ്ഞുകൊണ്ട് വേഗത്തിലാണ് അത് ആ ഒരു ധാർമ്മിക പ്രസിദ്ധിയിലേക്ക് നിങ്ങൾ പോകുമോ റെജി ലൂക്കോസ്? ആരെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയും? ഒരു ശരിയാവണ്ണമുള്ള ഒരു മത്സരം സൃഷ്ടിക്കാൻ കഴിയുമോ? എന്ത് മുദ്രാവാക്യം ഉയർത്തുമ്പോഴുള്ള പ്രതിസന്ധി ലെഫ്റ്റിനുണ്ടാവുമോ വയനാട്ടിൽ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചർച്ച പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട ശിവമീരാനോടാണ് എനിക്കുള്ള മറുപടി. അതൊന്ന് കേട്ടിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് വരാം. രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അതൃപ്തി വരികൾക്കിടയിലൂടെ ആദ്യം കേരളത്തിൽ പ്രകടിപ്പിച്ചൊരു നേതാവുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ നേതാവല്ല, അത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട ശിവമീരാൻ മറക്കുകയാണെന്ന് വിചാരിച്ചാൽ ഞങ്ങളാരും മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ള അദ്ദേഹം ഒന്നുകൂടെ ആലോചിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നെന്താ ആ സീറ്റ് മോഹിച്ച നിങ്ങൾ അതിനുവേണ്ടി വാദങ്ങൾ ഉയർത്തിയാണല്ലോ രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെയല്ല, വീണ്ടും അദ്ദേഹം വന്നിറങ്ങുന്നതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് PK കുഞ്ഞാലിക്കുട്ടി വരികൾക്കിടയിലൂടെ അന്ന് പ്രകടിപ്പിച്ചത്. അത് കേരളത്തിൽ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് ന്യായീകരിക്കണ്ട. പിന്നെ ചോദിച്ചൊരു ചോദ്യം, കാര്യത്തിൽ ഇത്തരം ജനാധിപത്യപരമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതാണ്, സംശയമില്ല. രാഹുൽ ഗാന്ധി വരണ്ടെന്ന് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി വരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നുകൂടെ ആലോചിക്കണമെന്നാണ് പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാ. ഇല്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാണ് അങ്ങോട്ട് ഐശ്വര്യം. ഇത് അല്ലല്ല, ശ്രീകുമാർ സാർ അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി. ചോദ്യത്തിലേക്ക് വരാം. ഒരു സംശയം വിചാരിക്കേണ്ട, വയനാട്ടിൽ ഈ ധാർമ്മികതയും ഇന്ത്യ മുന്നണി ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ശ്രീകുമാർ സാർ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യ മുന്നണിക്കകത്ത് ഇടതുപക്ഷം ഇല്ലെന്നും ഇടതുപക്ഷത്തിന്റെ യാതൊരു എന്താ പറയുക ശക്തിയും പ്രേരണയും അതുപോലെയുള്ള അവരുടെ പ്രവർത്തനങ്ങളും ഇല്ല നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ ചോദിക്കും. അതല്ല ഇവിടുത്തെ വിഷയം. ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തും. ഇടതുപക്ഷത്തിന്റെ CPI-യുടെ ധാരണപ്രകാരം അവർക്കായിരിക്കും സീറ്റ്. അത് ശക്തമായ സ്ഥാനാർത്ഥി അവിടെ നിർത്തും. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കാൻ എല്ലാ യോഗ്യതയുള്ള ആനിരാജ തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റുമുട്ടുന്നുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. മത്സരത്തിന്റെ ആവേശത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എന്നാണ്. CNP കുട്ടി, താങ്കൾ വയനാട്ടിൽ കാണുന്ന ഒരു മത്സര ചിത്രം, മത്സര സ്വഭാവം എന്തായിരിക്കും? അല്ല, വയനാട്ടിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ പിന്നെ LDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് CPI-ന് സ്ഥാനാർത്ഥി വരും. പക്ഷേ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കിപ്പം വോട്ടെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എല്ലാ കാലത്തും വയനാട് UDF-ന്റെ കൂടെ നിന്ന മണ്ഡലം, അത് പിന്നെ ഷാനവാസിൻ്റെ കാലം മുതൽ നമുക്ക് അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇനി അവിടെ എന്തെങ്കിലും ഒരു അട്ടിമറി വരും എന്നായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ബിനോയ് വിശ്വം അവരെ വഞ്ചിച്ചു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതേക്കുറിച്ച്
കുറിച്ച് എന്ത് പറയാം? തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കും, അവർ തോൽക്കും, അതല്ലാണ്ട് വേറൊന്നും സംഭവിക്കാൻ പോണില്ല. ശരി, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിനാരിയോ രൂപപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ കേന്ദ്രീകരിക്കാനും വയനാട് ഒഴിയാനും തീരുമാനിക്കുന്നു. വയനാട് അദ്ദേഹം ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് വരുന്നു എന്ന സവിശേഷത കൂടി രൂപപ്പെടുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ തേടുകയായിരുന്നു നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ അവസാനിക്കും. ഇപ്പോൾ ഞാനൊരു ഇടവേള എടുക്കുന്നു. താങ്ക് യു ശ്രീ റെജി ലൂക്കോസ്, ഷിബു മീരാൻ, NP ചെക്കുട്ടി, ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇനി MP ആയി ഉണ്ടാകില്ല. വയനാട്ടിലെ MP പദം ഒഴിയാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. റായ്ബറേലിയിൽ കേന്ദ്രീകരിക്കാൻ, ഹിന്ദി ഹൃദയ ഭൂമികയിൽ രാഷ്ട്രീയം കേന്ദ്രീകരിക്കാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് പറയുന്നത് അതാണ്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു. ആദ്യത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം വയനാട്ടിലായിരിക്കും എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന് 2 പ്രധാനപ്പെട്ട ഗാന്ധി കുടുംബത്തിലെ നേതാക്കൾ നേതൃത്വത്തിലേക്ക് വരുന്നു. അതിൽ തന്നെ വയനാട്ടിൽ നിന്ന് ഒരു ഗാന്ധി കുടുംബാംഗം ഒഴിയുമ്പോൾ മറ്റൊരാൾ വരുന്നു. ഗാന്ധി കുടുംബം വയനാട്ടിനെ കൈവിടുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കോൺഗ്രസ് അങ്ങനെ ഒരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ആരായിരിക്കും ഇനി എതിർത്ത് മത്സരിക്കാൻ രംഗത്തുണ്ടാവുക എന്ന ചോദ്യമുണ്ട്. ബിനോയ് വിശ്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഒരു നല്ല മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ BJP ശക്തിപ്പെടുന്ന നിലയുണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്ന കൺസിഡറേഷൻ വെച്ചോ അല്ലെങ്കിൽ ആ പരിഗണന വെച്ചോ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഞങ്ങൾ എടുക്കില്ല എന്നാണ് CPI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.